എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അർച്ചന, തിരുവനന്തപുരം പട്ടം SUT ഹോസ്പിറ്റലിലെ പീഡിയാട്രിഷ്യനാണ്. ഞാനിന്നിവിടെ നിങ്ങളോട് സംസാരിക്കുന്നത് കുട്ടികളിലെ ഉറക്കത്തെക്കുറിച്ചാണ്. നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും സുഗമമായ പ്രവർത്തനത്തിനും ആവശ്യമായ വിശ്രമത്തിനും ഉറക്കം അത്യാവശ്യമാണ്. കുട്ടികൾ ദിവസത്തിൽ ആർജിക്കുന്ന വിവരം എല്ലാം ബ്രെയിനിലേക്ക് ശേഖരിച്ച് വെക്കുന്നത് അഥവാ കൺസോളിഡേറ്റ് ചെയ്യുന്നത് ഉറങ്ങുമ്പോഴാണ്. ഉറക്കക്കുറവ് മൂലം പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും കുട്ടികൾക്ക് മുതിർന്നവർക്ക് കൂടി ഉണ്ടാവാവുന്നതാണ്. കുട്ടികളുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയൊക്കെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള പലതരം ഹോർമോൺസും പ്രവർത്തിക്കുന്നത് ഉറങ്ങുന്ന സമയത്താണ്. ഉറക്കക്കുറവ് മൂലമുണ്ടാകുന്ന പ്രധാനപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ ചിലത് ഞാനിപ്പോൾ പറയാം. പകൽ സമയത്തുള്ള അമിതമായ ഉറക്കം, കുഞ്ഞുങ്ങളിൽ നിർബന്ധം, വാശി, ദേഷ്യം, പഠിത്തത്തിൽ പിറകോട്ട് പോവുക, ഇതെല്ലാം ഉറക്കക്കുറവ് മൂലം സംഭവിക്കാം. ഓരോ പ്രായത്തിലുള്ള കുട്ടികൾക്കും ഉറക്കത്തിൻ്റെ ആവശ്യകത അഥവാ സ്ലീപ്പ് പാറ്റേൺ വ്യത്യസ്തമാണ്. ഉദാഹരണത്തിന്, നവജാത ശിശു മുതൽ ജനിച്ചൊരു 2 മാസം വരെയൊക്കെയായ കുഞ്ഞുങ്ങൾ പകൽ മാത്രമല്ല രാത്രിയും കൂടുതൽ സമയം ഉറക്കത്തിലായിരിക്കും. ദിവസം ശരാശരി 14 മുതൽ 18 മണിക്കൂർ വരെ ഇത്തരം കുട്ടികൾ ഉറങ്ങാറുണ്ട്. ഇടയ്ക്ക് എണീറ്റ് പാല് കുടിച്ച് മൂത്രമൊഴിച്ച് അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്തിട്ട് ബാക്കി സമയം മുഴുവൻ കുട്ടികൾ ഉറക്കത്തിലായിരിക്കും. പല രക്ഷകർത്താക്കളും ആശങ്കയോടെ പറയാറുണ്ട്, കുഞ്ഞ് കൂടുതൽ സമയവും ഉറങ്ങുകയാണ്. ഇത് അവരുടെ ഒരു നോർമൽ പ്രതിഭാസമാണ്. ഈ പ്രായത്തിൽ കുഞ്ഞുങ്ങൾ ഉറക്കം കൂടുതൽ തന്നെ ആയിരിക്കും. ഇത്തരം കുഞ്ഞുങ്ങളുടെ ഉറക്കത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, അവർ ഉറങ്ങുന്ന മെത്ത വളരെ മൃദുവായിട്ടുള്ള മെത്ത ഒഴിവാക്കുക. കുറച്ച് ഫേമായിട്ടുള്ള, കുറച്ച് കട്ടിയുള്ള ഒരു മെത്ത വേണം അവർക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ളത്. അതേപോലെ തലയണ ഉപയോഗിക്കാൻ പാടില്ല. കുഞ്ഞു വാവയുടെ തലയ്ക്ക് വലിപ്പം കൂടുതലാണ്. അപ്പോൾ തലയണ ഉപയോഗിക്കുകയാണെങ്കിൽ കഴുത്ത് മടങ്ങാനും കുഞ്ഞിന് ശ്വാസമുട്ടുണ്ടാകാനുമുള്ള സാധ്യതയുണ്ട്. അതുപോലെ കട്ടിയായിട്ടുള്ള പുതപ്പ് വെച്ചൊന്നും കുഞ്ഞിനെ കവർ ചെയ്യാതിരിക്കുക. അത് കുഞ്ഞിൻ്റെ മുഖത്തേക്ക് വീണാലും ശ്വാസമുട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഒരു 3 മാസം മുതൽ ഒരു വയസ്സ് വരെയൊക്കെയുള്ള കുഞ്ഞുങ്ങൾ കുറച്ച് സമയമായിരിക്കും ഉറങ്ങുന്നത്. ശരാശരി ഒരു 12 മുതൽ 15 മണിക്കൂർ വരെ അത്തരം കുഞ്ഞുങ്ങൾ ഉറങ്ങാറുണ്ട്. പകൽ ഉറക്കത്തിൻ്റെ അളവ് കുറഞ്ഞു വരും. ഒരു 5 വയസ്സായ കുഞ്ഞ് ശരാശരി 10 മുതൽ 13 മണിക്കൂർ വരെ ഉറങ്ങും. 5 വയസ്സായ 15% താഴെ കുട്ടികൾ മാത്രമേ പകൽ ഉറങ്ങാറുള്ളൂ. പകൽ ഉറക്കം കൂടുന്തോറും രാത്രിയിൽ ഉറക്കത്തിൻ്റെ അളവ് കുറഞ്ഞു വരും. നമ്മൾ കുഞ്ഞുങ്ങളുടെ ഉറക്കത്തിനെ നന്നായിട്ട് നല്ല രീതിയിൽ കുഞ്ഞുങ്ങൾ ഉറങ്ങാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ എന്താണെന്ന് ഞാനിപ്പോൾ പറയാം. ആദ്യമായി നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക്, അതിനെ നമ്മൾ അനുസരിക്കുക. ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് സമയത്ത് ഉറങ്ങണം, ഏത് സമയത്ത് എണീക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു ക്ലോക്ക് നമ്മുടെ തലച്ചോറിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ചെയ്യാനുള്ളത്. അതായത് നമ്മൾ കൃത്യമായ സമയത്ത് കുഞ്ഞിനെ ഉറങ്ങാൻ വിടുക, കൃത്യമായ സമയത്ത് കുഞ്ഞിനെ എണീപ്പിക്കുക എന്നൊക്കെ ഉള്ളത്. ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഒരു രീതി എന്താണെന്ന് വെച്ചാൽ, കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്ന ദിവസങ്ങളിൽ കൃത്യമായ ഒരു സമയത്ത് എഴുന്നേൽക്കും, ഒരു സമയത്ത് ഉറങ്ങാനും പോകും. അല്ലാതെ അവധി ദിവസങ്ങളിൽ കുട്ടികൾ കൂടുതൽ സമയം ഉറങ്ങുന്നു, ലേറ്റായിട്ട് ഉറങ്ങുന്നു, അങ്ങനെയൊക്കെ കണ്ടുവരുന്നുണ്ട്. അത് അവരുടെ ഉറക്കത്തിൻ്റെ ക്വാളിറ്റിയെ ബാധിക്കാം. ഒരു ശരാശരി 1 മണിക്കൂർ മാത്രമേ ഇത്തരം കുട്ടികളെ നമ്മൾ കൂടുതൽ സമയം ഉറങ്ങാൻ അല്ലെങ്കിൽ ലേറ്റായിട്ട് ഉണർന്നിരിക്കാൻ അനുവദിക്കാൻ പാടുള്ളൂ. അതേപോലെ കുഞ്ഞുങ്ങൾ സ്ക്രീൻ ടൈം നമ്മൾ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. ഉറങ്ങുന്നതിന് മിനിമം 1 മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ TV, മൊബൈൽ തുടങ്ങിയവയൊക്കെ ഓഫ് ചെയ്ത് വെക്കേണ്ടതാണ്. കുഞ്ഞുങ്ങളുടെ ബെഡ്റൂമിൽ ഇത്തരത്തിലുള്ള ഒരുതരം ഗാഡ്ജറ്റ്സും വെക്കാൻ പാടുള്ളതല്ല. അതുപോലെ ശ്രദ്ധിക്കാനുള്ള വേറൊരു കാര്യം, കുഞ്ഞുങ്ങൾ ഹെവി ആയിട്ടുള്ള ഫുഡ് കഴിച്ചതിന് ശേഷം ഒരു 2 മണിക്കൂറെങ്കിലും അവർക്കൊരു വിശ്രമ സമയം കൊടുത്തതിന് ശേഷമേ ഉറങ്ങാൻ വിടാവുള്ളൂ. ഉറങ്ങുന്നതിന് മുമ്പ് സോഡ, പെപ്സി അതുപോലെയുള്ള ആഹാരം അല്ലെങ്കിൽ ഒത്തിരി മധുരമുള്ള ആഹാരമൊന്നും കുഞ്ഞിന് കൊടുക്കാൻ പാടുള്ളതല്ല. ടീ, കോഫി തുടങ്ങിയ ആഹാരവും കൊടുക്കാൻ പാടില്ല. വേണമെങ്കിൽ ഒരു കപ്പ് ചൂട് പാല് കൊടുക്കാം. അല്ലാതെ ഇത്തരത്തിലുള്ള സോഡ പോലത്തെ ആഹാരം കൊടുക്കാൻ പാടില്ല. കുഞ്ഞിൻ്റെ ഉറക്കത്തിനെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. ഉറങ്ങുന്നതിന് മുമ്പ് ചെറിയ ചൂടുവെള്ളത്തിലൊന്ന് മേല് കഴുകിയെടുത്താൽ അല്ലെങ്കിൽ കുളിപ്പിച്ചാൽ കുഞ്ഞിന് നന്നായിട്ട് ഉറങ്ങാനത് സഹായിക്കും. കുട്ടി ഉറങ്ങാൻ പോകുന്ന റൂമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ ചെറിയ കുഞ്ഞായിരിക്കുന്ന സമയത്ത് നമ്മൾ ഡാർക്ക് റൂമിൽ കുഞ്ഞിനെ ഉറക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. എപ്പോഴും ഒരു ചെറിയ ലൈറ്റെങ്കിലും റൂമിൽ വെക്കും. അതിൻ്റെ ആവശ്യമില്ല. കുഞ്ഞിന് ഡാർക്ക് റൂമായിരിക്കും ഉറങ്ങാൻ കൂടുതൽ സൗകര്യമുള്ളത്.
ഡാർക്ക് റൂം പേടിയാണെങ്കിൽ ഒരല്പം വെളിച്ചമുള്ള രീതിയിലൊരു 0 വാട്ട് ലൈറ്റോ എന്തെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ നമ്മൾ കുഞ്ഞിനെ ഉറങ്ങാൻ കിടത്തിയിട്ട് അപ്പുറത്ത് നല്ല ശബ്ദമാണെങ്കിൽ കുഞ്ഞിനെ ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും ശബ്ദം കുറവുള്ള അതായത് ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു റൂമിൽ വേണം കുഞ്ഞിനെ ഉറങ്ങാൻ വിടാനുള്ളത്. കുഞ്ഞിൻ്റെ ബെഡ്റൂമിൽ ഒരിക്കലും ഈ TV അതുപോലുള്ള ഗാഡ്ജറ്റ്സ് നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. കുഞ്ഞുങ്ങളിലെ സ്ക്രീൻ ടൈമും നമ്മൾ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. 2 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ഒരു തരത്തിലുള്ള മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഇതുപോലുള്ള സ്ക്രീനുകളും കുഞ്ഞിനെ കാണിച്ചു കൊടുക്കാൻ പാടില്ല. 2 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് പരമാവധി ഒരു ദിവസം 2 മണിക്കൂർ വരെ നമ്മൾ സ്ക്രീൻ ടൈം അനുവദിക്കാം. അതും ഒരുമിച്ചല്ലാതെ പല പല ഘട്ടങ്ങളിലായിട്ട് കാണിക്കാവുന്നതാണ്. അപ്പോൾ കുഞ്ഞിൻ്റെ ഉറക്കത്തിനെയും അവൻ്റെ വിശ്രമത്തിനെയും ബാധിക്കാത്ത രീതിയിലുള്ള സ്ക്രീൻ ടൈം കുഞ്ഞുമക്കൾക്ക് നമ്മൾക്ക് കുറച്ച് നേരമൊക്കെ അനുവദിക്കാം. പിന്നെ ആവശ്യത്തിന് വ്യായാമവും കുഞ്ഞുങ്ങൾക്ക് ആവശ്യമാണ്. പുറത്ത് കുറച്ച് സമയം കളിക്കാൻ വിടാം. നമ്മൾ ജങ്ക് ഫുഡൊക്കെ അധികം കഴിക്കുന്നത് ഒഴിവാക്കാം. ഹെൽത്തി ആയിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ആഹാരം കൊടുക്കാം. ഇതൊക്കെ കുഞ്ഞിൻ്റെ ഉറക്കത്തിൽ നമുക്ക് സഹായിക്കാവുന്ന കാര്യങ്ങളാണ്. ആരോഗ്യമുള്ള ശരീരത്തിൽ മാത്രമേ ആരോഗ്യമുള്ള മനസ്സുണ്ടാവൂ. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യത്തിന് ഉറക്കവും അത്യാവശ്യമാണ്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ ഉറക്കത്തിൻ്റെ കാര്യത്തിൽ രക്ഷിതാക്കൾ ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്.